ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പോലും പണം കൊള്ളയടിക്കുന്ന ഒരു MLA ആണോ അരുവിക്കരയ്ക്ക് ആവശ്യം? 2023 അൺഎംപ്ലോയി സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള VS ശിവകുമാറിനെ പോലീസ് പ്രതി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തു. സാധാരണക്കാരായ 300-ലധികം മനുഷ്യരുടെ 13 കോടിയോളം രൂപയാണ് ഇയാളടങ്ങുന്ന സംഘം തട്ടിയെടുത്തത്. ഇത് 2023 പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ FIR. 2023 നിരവധി മനുഷ്യരാണ് ഇദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നിലവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള VS ശിവകുമാറും സംഘവും പറ്റിച്ച 300 പേരിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവശത അനുഭവിക്കുന്നത് ഇപ്പോഴും RCC കയറി ഇറങ്ങുന്ന ഈ മനുഷ്യനായിരിക്കും. ഞാൻ RCCയുടെ ഒരു പേഷ്യൻ്റാണ്, ഇപ്പോഴും ചികിത്സയിലാണ്. പക്ഷേ അതിനുപോലും എനിക്ക് നിവർത്തിയില്ലാതെ, പൈസയ്ക്ക് യാതൊരുവിധ നിവർത്തിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശിവകുമാറിൻ്റെ വീട്ടിൽ പല പ്രാവശ്യം ഞാൻ പോയി ചോദിക്കാൻ ഉള്ള ഇടപാട് കാര്യങ്ങൾ, അതിൽ എൻ്റെ ചികിത്സയ്ക്കും മറ്റുള്ള പല കാര്യങ്ങൾക്കും ഒരു നിവർത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ബാങ്കിൻ്റെ പ്രസിഡന്റ് രാജേന്ദ്രൻ്റെ വീട്ടിൽ പല പ്രാവശ്യവും ഈ ശിവകുമാർ അവിടെ വന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ശിവകുമാറിനെ പരിചയപ്പെടുന്നതും. അവിടെ വെച്ചാണ് എൻ്റെ കൂടെ ഈ ശിവകുമാർ പറയുന്നത് ഈ ബാങ്കിൽ പണം നിക്ഷേപിക്കണം, ഇത് എൻ്റെ ബാങ്ക് തന്നെയാണ്, ഈ ബാങ്ക് നിങ്ങൾക്ക് നല്ലവണ്ണം ഇൻട്രസ്റ്റൊക്കെ കിട്ടും, അതുകൊണ്ട് പൈസ ഇടണം എന്ന് പല പ്രാവശ്യം സംസാരിച്ചതിൻ്റെ പേരിലാണ് ഞാൻ അവിടെ പൈസ നിക്ഷേപിക്കാൻ കാരണം. ഇൻട്രസ്റ്റൊക്കെ മുടങ്ങിയതിന് ശേഷം പല പ്രാവശ്യം ഞാൻ നേരത്തെ ശിവകുമാറിൻ്റെ വീട്ടിൽ പോയി പല രീതിയിലും പുള്ളിയുടെ സംസാരിച്ചു. പുള്ളിയുടെയും പുള്ളിയുടെ വൈഫിൻ്റെ അമ്മയുടെ എല്ലാവരുടെയും ഞാൻ സംസാരിച്ചു. എനിക്ക് പൈസ എത്രയും അത്യാവശ്യം, എനിക്ക് ചില ചികിത്സകൾക്കൊക്കെ പൈസ ആവശ്യമുണ്ട്, എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എത്രയും വേഗം നിങ്ങൾക്ക് പൈസ തരാനുള്ള സംവിധാനം ഉണ്ടാക്കാം, ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കാം എന്ന് പല പ്രാവശ്യം എൻ്റെ കൂടെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഈ കേസ് കൊടുക്കാനും മുന്നോട്ട് പോയത്. എനിക്ക് അതിനുശേഷം ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിലും വളരെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്ന ആളാണ്. 13 കോടി രൂപയാണ് ഈ ബാങ്കിൽ പലരുടെയും നിന്നായിട്ട് പുറത്തു പോയിട്ടുള്ളത്. 2023 എനിക്ക് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. ഈ ബാങ്കിലെ പൈസ മൊത്തം പുറത്തു പോയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് 2023 ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാജേന്ദ്രൻ ശിവകുമാറിൻ്റെ ബിനാമി തന്നെയാണ്. പല കേസുകളും അയാളുടെ പേരിനും പല കേസുകളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഗൾഫിൽ നിന്ന് ആകെ സമ്പാദിച്ച പൈസയാണ് ഇത്. എൻ്റെ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യമാണ് ഈ ബാങ്കിൽ ഞാൻ കൊണ്ടിട്ടത്. അതിൽ എൻ്റെ ചികിത്സയ്ക്കും മറ്റുള്ള പല കാര്യങ്ങൾക്കും ഒരു നിവർത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല VS ശിവകുമാറിന്റെ അഴിമതികൾ. മരുന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, തിരുവനന്തപുരത്ത് BJPയുമായി സീറ്റ് കച്ചവടം, കൂടാതെ കോൺഗ്രസിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ BJPയിലേക്ക് പോകുമെന്ന ഭീഷണി. ഇതൊന്നും പോരാഞ്ഞിട്ട് 600 കോടി രൂപയുടെ നിർമ്മൽ കൃഷ്ണ ചിട്ടി ഫണ്ട് തട്ടിപ്പ്. അരുവിക്കരയിലെ ജനങ്ങളോടാണ് VS ശിവകുമാറിന്റെ തട്ടിപ്പുകൾ തുടരും.